ഹായ് വെൽക്കം ബാക്ക് NM ക്ലാസ് റൂം. അപ്പോൾ അടിപൊളിയാണല്ലോ അല്ലേ, കാര്യങ്ങൾ ഉഷാറാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് സേഫ്റ്റി നമ്മൾ പറഞ്ഞു, മനുഷ്യത്വം കണ്ണീച്ചോര ഫിനാൻഷ്യലി വീണ്ടും പറയണത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫിനാൻഷ്യൽ റീസൺസ്, പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കും, ആക്സിഡന്റ് ആയതിൽ ലീഗൽ റീസൺസ് അല്ലേ. അപ്പോൾ ലീഗൽ ഫ്രെയിം വർക്കിൽ മീറ്റ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാവും. അപ്പൊ അതിലൊരു കുഞ്ഞു കാര്യം കൂടി ഉണ്ടാ, അതായത് കോസ്റ്റ് പറഞ്ഞില്ലേ നമ്മൾ, ഫിനാൻഷ്യൽ കോസ്റ്റ് പറഞ്ഞില്ല, ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലോസ് തന്നെ ഇൻഷുർഡ് ലോസ് ഉണ്ട്, അൺഇൻഷുർഡ് ലോസ് ഉണ്ട്. അതൊന്ന് നോക്കണം കേട്ടോ, അതൊന്ന് നോട്ടീസ് ചെയ്യേണ്ട സാധനമാണ്. ഇൻഷുർഡ് ഉണ്ട്, എന്തുണ്ട്, അൺഇൻഷുർഡ് ഉണ്ട്. നമുക്കറിയണം ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് വരാനിരിക്കുന്ന ഒരു ആപത്തിനെ ചൊല്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആപത്ത് വരുമ്പോ നമുക്ക് സാമ്പത്തികമായുള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചെയ്യണം പരിപാടിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നാളെ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എപ്പോഴാണ് ആളെ അടിച്ചു പോകാന്ന് പറയാനല്ലോ, വല്ലാത്തൊരു അൺസർട്ടനിറ്റിയിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ബൈക്കുമ്പോൾ പോകണം, അപ്പൊ ഓപ്പോസിറ്റ് നിന്ന് ഒരു പാണ്ടിലോറി വന്ന് കയറി എന്ത് ചെയ്യും, പരിപാടിയെ തീരൂല. എന്നിട്ട് ലൈഫ് ഇൻഷുറൻസിന്റെ മാർക്കറ്റിംഗ് ആണ് ഈ പറയണത്. കഥ മനസ്സിലായ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട് 10 കൊല്ലം നമ്മൾ എന്ത് ചെയ്യുക, 10 കൊല്ലത്തിനുള്ളിൽ ക്യാൻസർ വന്നാൽ എന്താണ്, നമ്മൾ അടച്ച ഇൻഷുറൻസ് കിട്ടും നമുക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരു ചങ്ങായി ഇത് അടച്ചുകൊണ്ടിരിക്കുന്നിട്ട് ഇതൊക്കെ വെറുതെ ആവാമോ, ഇതാണ് നമ്മളെ തോട്ട്. നമ്മൾ നേരെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയി, രാവിലെ തന്നെ ഫാസ്റ്റിങ്ങിൽ പോയി ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത് നമ്മൾ റിപ്പോർട്ട് നോക്കിയപ്പോൾ പിന്നെ 500 രൂപ എടുത്തിട്ട് 12 ടെസ്റ്റ് അങ്ങോട്ട് ചെയ്തതാ. നോക്കുമ്പോൾ എല്ലാം നോർമല്. അപ്പൊ ഒരുത്തം പറയണ കാശ് പോയിന്ന്. നല്ല ചോദിക്കുക, ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ റിക്വയറി ഫോർ ദ ഫോർസിബിൾ എമർജൻസീസ്, വരാനിരിക്കുന്ന എമർജൻസിനെ ചൊല്ലിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഒരു. അപ്പൊ ഇത് കമ്പനിയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഷുറൻസിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇൻഷുർഡിൽ നമുക്ക് 2 കോസ്റ്റ് വരുന്നുണ്ട്. ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഉണ്ട്, ഒരിക്കലും ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ് ഉണ്ട് അല്ലെ. അമ്പലപ്പറമ്പിൽ നിന്ന് തല്ലു മേടിച്ച് പൂരപ്പറമ്പിൽ നല്ല മോന്തൊക്കെ ഇടി കിട്ടിയിട്ട് അവിടെ തൊണ്ണീക്കം പോലെ നീര് വന്നിട്ട് അത് ഇൻഷുർ ചെയ്യാൻ പറ്റൂല ബൈ. പക്ഷെ വണ്ടി ഇടിച്ചത് ഫുൾ കവറും മറ്റേത് ബമ്പർ ടു ബമ്പറൊക്കെ ഇൻഷുർ ചെയ്യാം. പക്ഷെ നമ്മൾ കമ്പനിയിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ഇതിൽ എത്ര ശതമാനം കിട്ടും എന്നുള്ള വേറെ കഥ. എന്തായാലും ഇൻഷുർഡ്, ഇനി കമ്പനി പോയിന്റ് ഓഫ് വ്യൂ, സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് കമ്പാരിറ്റീവ്ലി നമ്മൾ പറയാ ഇറ്റ് ഈസ് എ ടിപ്പ് ഓഫ് ഐസ്ബർഗ്. ഐസ്ബർഗ് കണ്ടിട്ടില്ലേ? ഇറ്റ്സ് എ ടിപ്പ് ഓഫ് ഐസ്ബർഗ്. ഒരു 10% മാത്രമേ, 9% മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. 90% അൺഇൻഷുർഡ് ആയിട്ട് തന്നെ കിടക്കുന്നത്, അടിയിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഡാമേജ് ഇൻഷുർ ചെയ്യാം, മെഡിക്കൽ കോസ്റ്റ് ഇൻഷുർ ചെയ്യാം, സിവിൽ കോസ്റ്റ്, കോമ്പൻസേഷൻ കോസ്റ്റ് ഒക്കെ ഇൻഷുർ ചെയ്യാം. പക്ഷെ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ് കൂടുതൽ. ആക്സിഡന്റ് ഉണ്ടായതിന് ഇൻവെസ്റ്റിഗേഷൻ വന്ന ടൈം ഇൻഷുർ ചെയ്യാൻ പറ്റൂല. ബിസിനസ് റെപ്യൂട്ടേഷൻ പോയി, കമ്പനി റെപ്യൂട്ടേഷൻ പോയി, കസ്റ്റമർ റിലേഷൻഷിപ്പ് പോയി, ഇതൊന്നും ഇൻഷുർ ചെയ്യാൻ പറ്റൂല. റോ മെറ്റീരിയലിന്റെ ലോസ് ഒരിക്കലും ഇൻഷുർ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ക്രിമിനൽ കോർട്ടിൽ അടക്കേണ്ട ഫൈൻ ഇൻഷുർ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിലേ ടൈം ഇൻഷുർ ചെയ്യാൻ പറ്റൂല. ഓവർ ടൈം കോസ്റ്റ് ഇൻഷുർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് ഫൈനുകൾ ഇൻഷുർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യലിൽ കോസ്റ്റ് വരിക പ്രോഫിറ്റിനെതിരാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇതിനെ കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേക്കാട്ടാ. ഇൻഷുർഡ് ലോസ് ഉണ്ട് പൊന്നാരി ചങ്ങായി, അൺഇൻഷുർഡ് ലോസ് ഉണ്ട്. റെഡി? സോ വി ആർ മൂവിങ് ടു ദ ന്യൂ യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് എലമെന്റിലെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്, എന്തുകൊണ്ട് സേഫ്റ്റി, മോറൽ, ഫൈനാൻഷ്യൽ ആൻഡ് ലീഗൽ. ഫൈനാൻഷ്യലിലാണ് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ഇൻഷുർഡ് കോസ്റ്റും അൺഇൻഷുർഡ് കോസ്റ്റും വന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, റെഗുലേറ്റിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതോറിറ്റി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അറിയാം സെക്കൻഡ് യൂണിറ്റ് റെഗുലേറ്റിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയാണ്. ഹെൽത്ത് ആൻഡ് ഇത് കുറച്ചൊരു ലോയുടെ പെർസ്പെക്റ്റീവ് പോണ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ബോറടിക്കണ്ട, ഇതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെ റെഗുലേറ്റ് ചെയ്യുക. റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്ത് വേണം, ഒരു റെഗുലേഷൻ അതോറിറ്റി വേണം. റൈറ്റ്? റെഗുലേറ്റ് ചെയ്യാൻ ഒരു സ്കൂളിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൾ അല്ല, മാനേജ്മെന്റ് അല്ല. ഒരു ഓർഗനൈസേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് അല്ല. ഇതുപോലെ സേഫ്റ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യം. അത്തരത്തിൽ ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. എന്തെന്ന്? ഇന്റർനാഷണൽ ഫ്രെയിം വർക്ക്.
ഓർമ്മല്ല. ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക്. ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരിക്കലും ലോ അല്ല. ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് സേഫ്റ്റിയെ നോക്കിക്കാണുന്ന ഒരു ബോർഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു ബോർഡിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ബോർഡിന്റെ പേരാണ് ILO. കേട്ടിട്ടുണ്ടോ? ILO മീൻസ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇത് ഒരുപാട് കേൾക്കും. മിക്കവാറും ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ആസ്ഥാനം നിങ്ങൾ നോക്കിയോ സ്വിറ്റ്സർലൻഡിലെ ജനീവയായിരിക്കും. ISOന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ജനീവയാണ്. ILOന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത് ആഗോളടിസ്ഥാനത്തിലുള്ള ലേബേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ട് ലേബേഴ്സിന്റെ വെൽഫെയറിൽ എന്ത് വരുന്നു? സേഫ്റ്റി വരുന്നു, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വരുന്നു. അതുകൊണ്ട് സേഫ്റ്റി വിഷയത്തിൽ അവരെന്താണ്? കൺസേൺഡ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സേഫ്റ്റിക്ക് വേണ്ടി പബ്ലിഷ് ചെയ്ത ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 2 പേപ്പേഴ്സ് ആണ് C-155 R-164. ഇതെന്താണ് C-155 R-164? ഇതെന്താ സംഭവം? C എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ 155 എന്ന് അർത്ഥമുള്ളൂ. R എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ 164 എന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ മാനേജ് ചെയ്യാൻ ILO ഇറക്കിയ 2 പേപ്പേഴ്സ് ആണ് C-155 and R-164 എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും പറയുന്നത് എന്താണ്? അതാണ് നമ്മളെ കോർ പോയിന്റ്. റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്? ആരുടെ റെസ്പോൺസിബിലിറ്റീസ്? ഓഫ് എംപ്ലോയർ ആൻഡ് വർക്കർ. എംപ്ലോയറുടെയും വർക്കറുടെയും എന്ത് റെസ്പോൺസിബിലിറ്റി? സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി. മനസ്സിലാണോ പറഞ്ഞത്? എംപ്ലോയറുടെയും വർക്കറുടെയും സേഫ്റ്റി റെസ്പോൺസിബിലിറ്റിയെ പറ്റി പ്രതിപാദിക്കുന്ന 2 പബ്ലിഷ്ഡ് പേപ്പേഴ്സിന്റെ പേരാണ് എന്ത്? C-155 and R-164. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം, പ്രാന്ത് പിടിച്ച് ഏതെങ്കിലും ഒരു പേപ്പർ മതിയിരുന്നില്ല, എല്ലാം കൂടെ അതിലാക്കിയാൽ പോരായിരുന്ന എന്ന് ചോദിക്കുന്നതിന് മറുപടിയാണ് ഞാൻ പറയണം, ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോണ്, എൻ്റെ കാറിൽ രാവിലെ എറണാകുളത്തേക്ക് പോണെന്ന് പറയണതും ഞാൻ രാവിലെ പ്രാതൽ കഴിച്ച് കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ എൻ്റെ സ്വിഫ്റ്റ് ഡിസയറിൽ ഞാൻ എൻ്റെ ജീപ്പ് കോമ്പസിൽ ഞാൻ വണ്ടിയിൽ കയറി സുഖമായി ഇവിടെ നിന്നും രാവിലെ 7 മണിക്ക് പുറപ്പെട്ട് 8 മണിക്ക് അവിടെ എത്തിച്ചേരുന്നതായിരിക്കും എന്ന് പറയണതാണോ? ഇതിലൊന്നെന്താണ്? C-155 ആണ്. 2 എന്താണ്? R-164 ആണ്. എന്ന് പറഞ്ഞാൽ C-155 എന്താ പറയാ? ബേസിക് ആയിട്ടുള്ള ഉറപ്പായിട്ടും പറയേണ്ട സാധനമില്ലേ? ഉറപ്പായിട്ടും പറയേണ്ട സാധനമല്ല, ഫണ്ടമെന്റൽ ആയിട്ട് പറയേണ്ട സാധനം C-155 പറഞ്ഞിരിക്കും. റെക്കമെൻഡേഷൻ സപ്ലിമെന്റ് ആയിട്ട് പറയേണ്ട സാധനം എന്തിൽ പറയും? R-164 പറയും. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണം. നമുക്ക് തരുന്ന കേസ് സ്റ്റഡിടാ, നമുക്ക് തരുന്ന സിനാരിയോയില് നമുക്ക് തരുന്ന കേസ് സ്റ്റഡി നോക്കിയിട്ട് അവർ പറയും ഈ കമ്പനി R-164 ബ്രീച്ച് ചെയ്ത ഏരിയകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? R-164 C-155 ബ്രേക്ക് ചെയ്ത ഏരിയാസ് ഉണ്ടാവും കമ്പനിയിൽ തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ. ആ കേസ് സ്റ്റഡിയിൽ ഇത് ബ്രീച്ച് ചെയ്തത് ഏതാണെന്ന് എങ്ങനെ നമ്മൾ അറിയാം? അതിന് നമ്മൾ അറിയണം C-155 R-164 എന്താണ് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അറിയണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നോക്കാം C-155 എന്താണ് പറയുന്നത്. ILO C-155 എന്താ പറയണേ? എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയിൽ എന്താ പറയണേ? അത് നമുക്ക് എംപ്ലോയറുടെ നോക്കാം കേട്ടോ. എംപ്ലോയർ റെസ്പോൺസിബിലിറ്റി വെറും 3 റെസ്പോൺസിബിലിറ്റിയെ പറയണുള്ളൂ. അതിൽ ഒന്നാമത്തത് വർക്ക് പ്ലേസും അവിടുത്തെ എക്യുപ്മെന്റും അവിടുത്തെ പ്രോസസ്സും പ്ലാന്റും എല്ലാം സേഫ് ആയിരിക്കണം, വിത്തൗട്ട് റിസ്ക് ടു ഹെൽത്ത് ആയിരിക്കണം, ഹെൽത്തിനൊരു പ്രശ്നം ഉണ്ടാവരുത്. ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് കിട്ടി. വർക്ക് പ്ലേസ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, മെഷീനറി, പ്രോസസ്സ് എല്ലാം എന്തായിരിക്കണം? ഹെൽത്ത് ആൻഡ് സേഫ്, HNS ആയിരിക്കണം, ഹെൽത്ത് ആൻഡ് സേഫ് ആയിരിക്കണം. ഇതൊന്നും കാണാൻ പടം പഠിക്കേണ്ട, ടെക്സ്റ്റിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അവിടെയുള്ള എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, അവിടെയുള്ള എല്ലാ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസും സബ്സ്റ്റാൻസും എന്തായിരിക്കണം? സേഫ് വിത്തൗട്ട് റിസ്ക് ടു ഹെൽത്ത് ആയിരിക്കണം. അപ്പൊ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസി സേഫ് ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, എല്ലാവർക്കും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങും എക്യുപ്മെന്റും കൊടുത്തിട്ടുണ്ടാവണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്?
ഒരു തലയിൽ ഹെൽമെറ്റ് ഇടൽ PPE ആണ്, മാസ്ക് വെക്കൽ PPE ആണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇൻ ഷോർട്ട് C-155 എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി ഇത് മൂന്നുമാണ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം എംപ്ലോയർ ചെയ്യണില്ലെങ്കിൽ പൊന്നാര ചങ്ങായി പണി കിട്ടും. ആര് പണിയും? ലീഗൽ ടീം വന്നിട്ട് പണിയും. കഥ മനസ്സിലായ? സോ വർക്കറുടെ എംപ്ലോയറുടെ C-155 പ്രകാരമുള്ള റെസ്പോൺസിബിലിറ്റി ഇതാണ് എന്നിരിക്കെ നമ്മളോട് തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? തന്നിരിക്കുന്ന എക്സാമിന്റെ കേസ് സ്റ്റഡിയിൽ ഈ കമ്പനി C-155 ബ്രേക്ക് ചെയ്തത് ഏതൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ ഏതൊക്കെ നോക്കണം? ഈ 3 പോയിന്റുകൾ വെച്ചിട്ട് നോക്കണം. അപ്പൊ നമുക്ക് കാണാം അവിടെ PPE ജോബിന് കൊടുക്കണില്ല എന്ന് കാണാം, അവിടെ വർക്ക് പ്ലേസ് സേഫ് അല്ല എന്ന് കാണാം, അവിടെ എക്യുപ്മെന്റ് സേഫ് അല്ല എന്ന് കാണാം. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമുക്ക് എഴുതാം ഇത് ഇതിനെതിരാണ്, ഇത് ഈ ക്ലോസിനെതിരാണ്, ഇത് ഈ ക്ലോസിനെതിരാണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. ക്ലിയർ ആയോ? അപ്പൊ C-155 പ്രകാരമുള്ള എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി അതാണെങ്കിൽ R-164 പ്രകാരമുള്ളത് എന്തായിരിക്കും? എന്താണ് R-164? റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ C-155 ഒന്ന് പുഷ് ചെയ്യുന്ന, ഈ C-155 പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, സപ്ലിമെന്റ് ആണ്. എന്താണ് R-164 നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കൊടുക്കണം. അത് C-155 പറഞ്ഞതാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആൻഡ് ക്ലോത്തിങ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞതാണ്. അത് കൊടുത്തില്ലെങ്കിൽ എന്താണ്? ദ കമ്പനി ഹാസ് വയലേറ്റഡ് R-164 under ILO. That will lead to enforcement actions by enforcement authority. That will lead to prosecution before court. That will lead to fines and imprisonment. കഥ മനസ്സിലായില്ലേ? സോ ക്ലോത്തിങ്. 2 അവേഴ്സ് ഓഫ് വർക്ക്. ഇത് നേരത്തെ പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ ഈ കീ പോയിന്റ് ആണ് എഴുതണം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്തെടുക്കാം കേട്ടാ. അവേഴ്സ് ഓഫ് വർക്ക്. എന്താണ് അവേഴ്സ് ഓഫ് വർക്ക്? ചില കമ്പനികൾ ഉണ്ടോ പട്ടിപ്പണി എടുപ്പിക്കൂടാ. ആകെ 24 മണിക്കൂറുള്ളൂ, 19-20 മണിക്കൂർ പണി ഉണ്ടാവും. കിടന്നുറങ്ങാൻ പോലും സമയം കിട്ടൂല. മനസ്സിലാവണ്ട? നമ്മളിപ്പോ ഗൾഫിലൊക്കെ നമ്മൾ ഈ ബാച്ചിലേഴ്സ് റൂമിൽ താമസിക്കുമ്പോഴുള്ള വിറ്റാണ്. ഇങ്ങനെ നമ്മള് മറ്റേ എന്താ പറയാ, പണിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർക്ക് ഓരോ ദിവസം ഓരോ മെസ്സായിരിക്കും. ഏറ്റവും എളുപ്പം ചിക്കൻ ഉണ്ടാക്കാനാണല്ലോ. നേരെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് ഐസൊക്കെ കൊട്ടിക്കളഞ്ഞിട്ട് അടിയടിച്ച് കഴിഞ്ഞാൽ 4 പീസാവും. ഞാൻ ഫസ്റ്റ് പഠിച്ച സാധനം ചിക്കൻ കറി ഉണ്ടാക്കാൻ ഗൾഫിൽ ചെന്നിട്ടേ ദുബായിൽ അൽനാദയിൽ താമസിക്കുകയാണ്. ആ സമയത്ത് ബാച്ചിലേഴ്സ് റൂമിലാണ്. എനിക്കൊന്നും അറിയൂല. അപ്പൊ നമ്മളൊരു തവണ പറഞ്ഞിട്ട് ആ ചിക്കൻ്റെ ഇതിലിട്ടോ ഒരു സാധനം ഉണ്ടാവും, പ്രത്യേക ഒരു സാധനം ഉണ്ടായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ 4 പീസാവും. അങ്ങനെ പീസായി വെട്ടി സെറ്റാക്കി കറിയൊക്കെ വെച്ച് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ഉണ്ടാ, സംഭവമൊന്നുമില്ല. നേരെ എന്ത് ചെയ്യുക, കുക്കറിൽ സാധനം എണ്ണ ഒഴിക്കുക, മറ്റേ സവാള വയറ്റുക, അതിൽ കുറച്ച് മസാലയുടെ സാധനങ്ങളുടെ മറ്റേ കാര്യം. ഇനിയിപ്പോൾ പൂവുള്ള ഗൾഫിൽ ഇപ്പം ഇനി പൂവുകൊണ്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നു, ഇളക്കുന്നു, എന്നിട്ട് തക്കാളി ഇട്ട് ഇളക്കുന്നു, എന്നിട്ട് നേരെ ചിക്കൻ ഇടുന്നു, എന്നിട്ട് നേരെ ഇതാണ് ചിക്കനിൽ വെള്ളം ഉണ്ടാവും, അതിനകത്ത് പറ്റിക്കോളും. അങ്ങനെ ഇത് ചെയ്യുന്നു, 4 അടി അടിക്കുന്നു, കുറച്ച് വളരെ ചിക്കൻ കറി റെഡി. ഓക്കെ, ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ റൂമിലൊരു പഹയനുണ്ട്. ഇവനൊരു പണി എടുക്കൂല, ബാത്റൂമും കഴുകൂല, ഫ്ലഷും അടിക്കൂല, അതുമാതിരി തന്നെ റൂമും വൃത്തിയാക്കൂല. നേരെ വരും, സോക്സ് പോലും മാറ്റാണ്ട് വന്നിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് നേരെ വീണ്ടും പോവും. ലാസ്റ്റ് ഒരു ദിവസം പറഞ്ഞ്, എടാ കുബൂസിന്റെ കവർ ഒന്ന് കെട്ടി വെക്കടാന്ന് പറഞ്ഞു. കുബൂസിന്റെ കവറില്ലേ, കവർ കെട്ടി വെക്കാല്ല നമ്മള്, അല്ലെങ്കിൽ തണുക്കോല. അപ്പൊ കിടന്നെടുത്ത് പറഞ്ഞേ, വയ്യടാ പണിയെടുത്ത് വയ്യാണ്ടായി. ഇങ്ങനെ പറയുന്ന ടീമുകളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് കമ്പനി 18-20 മണിക്കൂർ പണി കൊടുത്ത് അവേഴ്സ് ഓഫ് വർക്ക് കൂടുതൽ കൊടുത്തിട്ട് വർക്കേഴ്സിന്റെ ഹെൽത്തിനെ അത് ബാധിച്ചാൽ അത് സ്റ്റാറ്റസിനെതിരാണ്, ലീഗൽ സ്റ്റാറ്റസിനെതിരാണ്, അത് ഫൈൻ വരെ കിട്ടാവുന്ന സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ വലിയ വിഷയം. അപ്പൊ അവേഴ്സ് ഓഫ് വർക്ക് ഷുഡ് നോട്ട് എഫക്ട് ദ ഹെൽത്ത് ഓഫ് ദ വർക്കർ. അപ്പൊ എന്ത് നോക്കണം, മനസ്സിലാവില്ല? എന്ത് നോക്കണം? തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ അവേഴ്സ് ഓഫ് വർക്ക് വർക്കറുടെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. കേസ് സ്റ്റഡിയിൽ നമുക്ക് കാണാൻ പറ്റും. കേസ് സ്റ്റഡിയിൽ നമ്മളോട് പറയാണ്, 2 വർക്കേഴ്സ് ഒരു നൈറ്റ് ഷിഫ്റ്റും ഒരു ഡേ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് കമ്പനി കൂടുതൽ വർക്ക് കൊടുത്ത് റെസ്റ്റ് കൊടുക്കാണ്ട് അവരവരുടെ ടൂൾ ബോക്സ് മുഴുവൻ താങ്ങി പിടിച്ചു വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവേഴ്സ് ഓഫ് വർക്ക് അവരുടെ ഹെൽത്തിനെ ബാധിച്ചുകൊണ്ടാണ് ആക്സിഡന്റ് ആയത്. അതുകൊണ്ട് അത് എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ഉണ്ടാവുന്ന ആ സമയത്ത് തലയിൽ പോണം. കഥ മനസ്സിലായില്ലേ? ദെൻ അടുത്തത് റിമൂവ് എക്സ്ട്രീം ഫാറ്റിക് ആൻഡ് സ്ട്രെസ്. എക്സ്ട്രീം സ്ട്രെസ്,
ചില കമ്പനികൾ ഒടുക്കത്തെ സ്ട്രെസ് കൊടുക്കും. ഇതിപ്പോ ഇവിടെ ഈ സെക്കൻഡിൽ ഇന്ന് ഈ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം, ഒരിക്കലും സാധിക്കാത്ത ഡെഡ് ലൈൻ ആയിരിക്കും. എക്സ്ട്രീം പ്രഷർ കൂടുതൽ എന്താ സംഭവിക്കാന്നറിയാം? പ്രഷർ കൂടുതൽ സ്ട്രോക്ക് വരും. പ്രഷർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബ്രെയിനിൽ ഭയങ്കര രക്തസമ്മർദ്ദം കൂടി ആള് വളരെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരികയോ ഹാർട്ട് അറ്റാക്ക് വരികയോ പാരലൈസ്ഡ് ആയി പോവും. ആള് കുഴഞ്ഞു പോവും, കംപ്ലീറ്റ് തളരും. എക്സ്ട്രീം സ്ട്രെസ്സിന്റെ റിസൾട്ട് അതാ. അപ്പൊ എന്നാ ആലോചിച്ചു നോക്കി തന്നെ വർക്കറെ എത്രത്തോളം നമ്മൾ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ, ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ കെയർ ചെയ്യേണ്ടതുണ്ട്. എക്സ്ട്രീം സ്ട്രെസ് റിമൂവ് ചെയ്യണം. R164 പറയണം. അപ്പൊ തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ എക്സ്ട്രീം സ്ട്രെസ് റിമൂവ് ചെയ്യപ്പെടണില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അതിനർത്ഥം അവര് ഇതിനെ വയലേറ്റ് ചെയ്തു എന്നാണ്. അത് എഴുതി വെക്കണം അപ്പൊ നമ്മൾ. ഓക്കെ, ദെൻ അടുത്തത് പ്രൊവൈഡ് അപ് ടു ഡേറ്റ് നോളജ്. സേഫ്റ്റി നോളേജ് കൃത്യമായിട്ട് സേഫ്റ്റി വർക്കേഴ്സിനെ സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള നോളേജ് അപ്ഡേറ്റ് ചെയ്തു. പുതിയ നോളേജുകൾ ഉണ്ടല്ലോ സേഫ്റ്റിയിൽ. നമ്മൾ ഇന്ന സ്ഥലത്ത് പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നമ്മൾ സേഫ്റ്റി ബോർഡുകൾ വെച്ചിട്ടുണ്ട്, അടുപ്പ് വരുന്നിട്ടാ, ഇങ്ങോട്ട് വരരുതിട്ടാ എന്ന് പറയുന്ന സേഫ്റ്റി നോളേജുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത് സേഫ് മൂവ്മെന്റ് ഓഫ് വർക്ക് പ്ലേസ് ആണ് ട്ടാ, മറ്റോടത്ത് പോയിരുന്നിട്ടാ, മറ്റോടത്ത് ഭയങ്കര ശ്വാസം മുട്ടുണ്ടോ, സഫോക്കേഷൻ ആവുന്ന സ്ഥലം ഉണ്ടാ, അയണൈസിങ് റേഡിയേഷൻ ഉണ്ടാ, പ്രശ്നം ഉണ്ടാ എന്നൊക്കെ പറയുന്ന സേഫ്റ്റി നോളേജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നേരത്തെ C150 പറഞ്ഞ പോയിന്റ് ആണ്. വർക്ക് പ്ലേസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്യുപ്മെന്റ്, പ്രോസസ് എല്ലാം സേഫ് ആയിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു C155. അടുത്തത് ട്രെയിനിങ്. പ്രൊവൈഡ് ട്രെയിനിങ്. എന്ത് ട്രെയിനിങ്? ചില വർക്കേഴ്സിന് ചില ഹസാർഡ്സിനെ പറ്റി അറിയണുണ്ടാവില്ല. ഫോർക്ക് ലിഫ്റ്റ് ചൊവ്വിനോടിക്കാൻ അറിയില്ല, ഫോർക്ക് ലിഫ്റ്റ് ട്രെയിനിങ്. വർക്ക് അറ്റ് ഹൈറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നല്ല, വർക്ക് അറ്റ് ഹൈറ്റ് ട്രെയിനിങ്. കൺഫൈൻഡ് സ്പേസിൽ എങ്ങനെ എൻട്രി ചെയ്യണമെന്നല്ല, കൺഫൈൻഡ് സ്പേസ് എൻട്രി ട്രെയിനിങ്. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ട്രെയിനിങ്. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യുന്നതല്ല, ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്. എമർജൻസി പ്രൊസീജിയർ എങ്ങനെ കൊടുക്കണം എന്ന് പറയില്ല, എമർജൻസി പ്രൊസീജിയർ. ഈ കുറേ വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതെല്ലാം സേഫ്റ്റി ടേമുകളായതുകൊണ്ടാണ്. ഈ ടേമുകൾ നമ്മളിങ്ങനെ കേട്ട് താഴ്പ്പിക്കണം. മനസ്സിലായില്ലേ? ആക്സിഡന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നറിയില്ല, ആക്സിഡന്റ് റിപ്പോർട്ടിംഗ് ട്രെയിനിങ്. മനസ്സിലായില്ലേ? ആക്സിഡന്റ് റെക്കോർഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല, ഇന്റേണൽ ആക്സിഡന്റ് റെക്കോർഡ് ട്രെയിനിങ്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഇതിലൊക്കെ ട്രെയിനിങ് ആവശ്യാനുസരണം കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തത് സൂപ്പർവിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട സാധനമാണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ ഒരാൾ നോക്കുന്നു എന്നുള്ളൊരു ബോധമാണ് സൂപ്പർവിഷൻ. ഈ ബോധമുള്ളിടത്തോളം കാലം വർക്കേഴ്സ് സേഫായിട്ട് വർക്ക് ചെയ്യും. ആബ്സെൻസ് ഓഫ് സൂപ്പർവിഷൻ വിൽ ലീഡ്സ് ടു ആക്സിഡൻസ്. സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ അത് ആക്സിഡന്റ് ഉണ്ടാക്കൂലടാ. പക്ഷെ സൂപ്പർവിഷൻ ഇല്ലാത്തൊരു കമ്പനിയാണ് കേസ് സ്റ്റഡി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ? കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ആ കമ്പനി എന്ത് വയലേറ്റ് ചെയ്തു? R164 വയലേറ്റ് ചെയ്തു. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് R164 ഫോളോ ചെയ്ത മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിരിക്കും. അപ്പോഴും ഈ ക്രൈറ്റീരിയ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേസ് സ്റ്റഡി നമുക്ക് സോൾവ് ചെയ്യാട്ടോ, ഡോണ്ട് വറി. ഞാനിപ്പോൾ ഇത് പറയാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് സ്യൂട്ടബിൾ ടു ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സൈസിനും നേച്ചറിനും അനുസരിച്ചിട്ട് സ്യൂട്ടബിൾ ആയിരിക്കണം എന്ത് അവിടുത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ചെറിയൊരു കമ്പനി 10 പേരുള്ളൂ, 4-5 കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, ഒരു റൂമുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ട്രെയിനിങ്, ഫയറിന്റെ സാധനം പൊട്ടിച്ചു നോക്കണം, എന്നിട്ട് RP ഒക്കെ വെച്ച് ഓർഡറിന് അതിന്റെ ആവശ്യമുണ്ടാ? ഇല്ല. ആ സമയം ഒരു ഷിപ്പ്, ഒരു ഓയിൽ ആൻഡ് ഗ്യാസ്, അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോം, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എന്താണ് ഭയങ്കര എന്താ പറയാ എക്സ്ട്രീം സേഫ്റ്റി ആവശ്യമാണ്. ഓരോ കമ്പനിയുടെ നേച്ചറിനനുസരിച്ചും സേഫ്റ്റിയുടെ നേച്ചർ മാറൂടാ. അല്ല, ഒരു ഓഫീസിന്റെ സേഫ്റ്റി അല്ലല്ലോ ഒരിക്കലും ഒരു മെക്കാനിക്കൽ ഒരു ഡിവിഷന് വേണ്ടത്. അതിന്റെ സേഫ്റ്റി അല്ല ഒരു കെമിക്കലോ, അതിന്റെ സേഫ്റ്റി അല്ല ഒരു ബയോളജിക്കൽ ഏജൻസിന് വേണ്ടത്. ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി ഡിഫറെന്റാ. ആ സേഫ്റ്റിയാണോ ഫുഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്? അല്ല. പക്ഷെ നമുക്കെല്ലാവർക്കും വേണ്ടത്, എല്ലായിടത്തും പണിയെടുക്കാനും വേണ്ടത് ഒരൊറ്റ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് NM നെബോഷ് അല്ല, NM നെബോഷ്. ഓക്കെ, സോ ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയർക്ക് വർക്കറോടുള്ള റെസ്പോൺസിബിലിറ്റീസ്. എംപ്ലോയർക്ക് തങ്ങളുടെ കീഴിൽ വന്നിട്ടുള്ള എംപ്ലോയീസിനോടുള്ള, തൊഴിലാളികളോടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവങ്ങളാണ്. ILO പ്രകാരം C155 R164 നമ്മൾ പറഞ്ഞു. ഇനി ILO പ്രകാരം വർക്കറുടെ റെസ്പോൺസിബിലിറ്റി ഇനി നമ്മൾ പറയണം. ILO പ്രകാരം എംപ്ലോയർ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. അടുത്ത റെസ്പോൺസിബിലിറ്റി ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? വർക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി അണ്ടർ എന്ത് പ്രകാരം? C155. വളരെ സിമ്പിൾ, ഒറ്റ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ C155 വർക്കർക്ക്.
എംപ്ലോയറോട്. അതെന്താണെന്ന് അറിയോ? അത് മറ്റൊന്നല്ല, ഒറ്റ റെസ്പോൺസിബിലിറ്റി, 100% കോപ്പറേഷൻ. കഴിഞ്ഞില്ലേ? ഇതെല്ലാം പെട്ടില്ലേ? 100% കോപ്പറേഷൻ. നിങ്ങൾ ഒന്നും പറയണ്ട, കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റ്? അവിടെ പന്തലിടാനുണ്ടാവണം, വിളമ്പാനുണ്ടാവണം, കല്യാണത്തിനുണ്ടാവണം, കല്യാണം കഴിഞ്ഞാലും ഉണ്ടാവണം എന്ന് പറഞ്ഞതിലൊക്കെ പെട്ട് എന്ന് പറഞ്ഞ മാതിരി എംപ്ലോയർ എന്ത് പറയണം അതൊക്കെ അനുസരിക്കണം സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നതാണ് C-155 പറയണത്. ഞാൻ പറയുന്നത് എന്തൊക്കെയാണെന്നാണ് R-164 പറയുന്നത്. എന്തൊക്കെയാണ് അനുസരിക്കേണ്ടത്? എംപ്ലോയർ പറഞ്ഞ ബിൽഡിങ്ങിന്റെ മേലെ നിർത്തി ചാടാൻ അനുസരിക്കാൻ പാടുണ്ടോ? ഇല്ല. എംപ്ലോയർ പറയാണ്, സൂപ്പർവൈസർ പറഞ്ഞ സേഫ്റ്റി ഒന്നും വേണ്ട, ഹാർഡ് ഹാറ്റ് ഒന്നും വെക്കണ്ട, അനുസരിക്കാൻ പാടില്ല. ഇല്ല. എംപ്ലോയർ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? പറയേണ്ട റെസ്പോൺസിബിലിറ്റീസ്, വർക്കേഴ്സ് അനുസരിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ആക്സിഡൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്സിഡന്റ് കണ്ട് അറിയാത്ത പോലെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, അറിയാത്ത പോലെ പോകാം, കാണാത്ത പോലെ നിൽക്കാം, അഭിനയിക്കാം. ഇല്ല. ഒരു ആക്സിഡന്റ് കണ്ടോ, ആക്സിഡന്റ് മണത്തോ, ഇറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ടഡ് ടു ദ ലൈൻ മാനേജ്മെന്റ്. അതിന് കൃത്യമായിട്ടൊരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടാവും. അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ആക്സിഡൻസ് ടു ബി റിപ്പോർട്ടഡ്. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ വർക്കർ ഉറപ്പായിട്ടും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും. റൈറ്റ്. രണ്ടാമത്തത് റിപ്പോർട്ട് ഹസാർഡ്സ്. അവൻ കാണുന്ന ഹസാർഡിനെ റിപ്പോർട്ട് ചെയ്യണം. ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാടാ? ഹസാർഡിനെ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോഴേ ഒരു പഴത്തൊലി അവിടെ കിടക്കും, വേഗം പ്രശ്നമാക്കി അവിടെ നേരെ കോണൊക്കെ വെച്ച്, സേഫ്റ്റി കോണൊക്കെ വെച്ച് എല്ലാവരും വിളിച്ചുകൊണ്ട് പഴത്തൊലി കിടക്കണം. ഭയങ്കര റിപ്പോർട്ടല്ല. ദ ഹസാർഡ്സ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ് ദംസെൽസ്. സ്വന്തമായി കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹസാർഡാണെന്ന് ബോധ്യപ്പെട്ട ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യും. ചെറിയൊരു സ്മോൾഡറിങ് ഉണ്ട്, ചെറിയൊരു എന്താ പറയുക, ഒരു എരിച്ചിലും പുകച്ചിലും ഉണ്ട്, എവിടെ നിന്ന് ഒരു മണം വരുന്നുണ്ട്, എവിടെ നിന്ന് ഒരു പുകയുടെ സ്മെല്ല് വരുന്നുണ്ട്, എവിടെ നിന്നും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഗാർഡ് റെയിൽ ഇല്ല. അതൊക്കെ എന്ത് ചെയ്യണം? ഹസാർഡ്സ് റിപ്പോർട്ട് ചെയ്യണം. സ്വന്തമായി കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഗാർഡ്സ് ഇല്ല മെഷീൻസിന്, അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഹസാർഡാണ്. സോ റിപ്പോർട്ട് ദ വർക്ക് റിലേറ്റഡ് ഹസാർഡ്സ് വിച്ച് കനോട്ട് ബി കറക്റ്റ് ദംസെൽസ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ. ഇങ്ങട് വിളിക്കുമ്പോൾ അങ്ങട് പോവാ. ഹാർഡ് ഹാറ്റ് വെച്ചിട്ട് വരെന്ന് പറയുമ്പോൾ ഹാർഡ് ഹാറ്റ് ഇല്ല, സേഫ്റ്റി ഗ്ലൗ ഇല്ല, സേഫ്റ്റി ബൂട്ട് ഇല്ല, ഒന്നുമില്ല, പറയുന്നത് കേൾക്കുന്നില്ല, സൂപ്പർവൈസർ അനുസരിക്കുന്നില്ല. സൂപ്പർവൈസർ പറയണം, എൻ്റെ ബോസ് കഴിഞ്ഞിട്ട് ചെറിയ പയ്യനാണ് സൂപ്പർവൈസർ, അവൻ പറയണം എവറി വൺ ഷുഡ് വെയർ ഹാർഡ് ഹാറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു ദ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അപ്പുറത്ത് നിന്നിട്ട് ഉള്ളിൽ മറ്റവനോട് പറയണം ഞമ്മ 38 കൊല്ലായി, ചക്കൻ പീറ ചക്കൻ ഇന്നലെ വന്നോളോ എന്ന് പറയണ സാധനം സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഒബേ ചെയ്യണതിൻ്റെ ഭാഗമല്ല. സോ ഒബേ ഓൾ ദ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. റൈറ്റ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓൺ സേഫ്റ്റി, സ്വന്തം സേഫ്റ്റി ആൻഡ് അതേഴ്സ്. ഇതിൽ വലിയ ഡെപ്ത് ഉണ്ട് ഈ വാക്കിലൊക്കെ. ഒരു വിഷയം വരുമ്പോൾ സ്വന്തം സേഫ്റ്റി സേഫ് ആക്കണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ. അതിന് വേറൊരർത്ഥമുണ്ട്. ഒരു വിഷയം വരുമ്പോൾ അവനവനെ കൊണ്ട് അവൻ പ്രശ്നം ഉണ്ടാക്കരുത്, അങ്ങനെയും അതിനർത്ഥമുണ്ട്. മറ്റുള്ളവനെ എടങ്ങറാക്കണ ഒരു സേഫ്റ്റി ഇഷ്യൂവിൽക്കും ഇവൻ പോകാൻ പാടില്ല, അങ്ങനെ അർത്ഥം. ഒരു വെൽഡറാണ്, അവൻ്റെ വെൽഡിങ് കൊണ്ട് ബാക്കിയുള്ള ഒരു കക്കടങ്ങേറ്. അപ്പൊ മറ്റുള്ളവരെ സേഫ്റ്റിനാണ് അവൻ എടങ്ങറാക്കണത്. ഓൺ സേഫ്റ്റി, അവൻ ഗ്ലൗ ധരിക്കണില്ല, ഗ്ലാസ് ധരിക്കണില്ല, ഓൺ സേഫ്റ്റിനാണ് ബാധിക്കണേ. സോ ഓൺ സേഫ്റ്റി ആൻഡ് അതേഴ്സ്. ആൻഡ് ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി, കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കുമല്ലോ നമ്മളിവിടെ. വില പിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സാധാരണ ഒരു പാളത്തൊപ്പി അല്ല കേട്ടോ, നല്ല വിലയുള്ള തൊപ്പി ഉണ്ട്. എക്സ്ട്രീം പച്ചത്തൊപ്പി, നീലത്തൊപ്പി, വെള്ളത്തൊപ്പിയൊക്കെ ഭയങ്കര വിലയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. മഞ്ഞത്തൊപ്പിയൊക്കെ അതുണ്ട്. ഓരോ തൊപ്പിക്ക് ഓരോ ഗ്രേഡ് ഉണ്ട്, അത് പിന്നെ പറയാം. ഇനി അതല്ല RPE, റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി, ലക്ഷങ്ങൾ വിലയുള്ള സാധനം ഉണ്ട്. ഇതെന്തെങ്ങാണ്ട് അവന്റെ തറവാട്ടിൽ നിന്ന് എടുത്തുണ്ടോന്ന മാതിരി ഉപയോഗിക്കാനുള്ള സാധനമല്ല. PPE വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, കൊടുക്കുന്ന എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സുകളും ഉപയോഗിക്കണം. ഗ്യാസ് ഡിറ്റക്ടർ ഉണ്ടാവും, അത് ചൊവ്വിന് ഉപയോഗിക്കണം, പലതുണ്ട്. അങ്ങനെയുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സുകളും ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ള ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? വർക്കറുടെ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റിയാ. അവനത് ചെയ്യണില്ലെങ്കിൽ അവനതിന് പണിഷ്ഡ് ആവും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ വർക്കറുടെ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുക, ഹസാർഡ് റിപ്പോർട്ട് ചെയ്യുക, സ്വന്തം സേഫ്റ്റി, മറ്റുള്ളവർ സേഫ്റ്റി ഒക്കെ, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുക, സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. പറഞ്ഞു മനസ്സിലായില്ലേ?
അപ്പൊ ചുരുക്കത്തിൽ ഇതൊരു കുറച്ച് ലോ റിലേറ്റഡ് പോയിന്റ് ആണ്, ലോ ബേസ്ഡ് ആണ്. ഓർഗനൈസേഷനെ റെഗുലേറ്റ് ചെയ്യാൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആസ്പെക്റ്റിൽ റെഗുലേറ്റ് ചെയ്യാനുള്ള ഇന്റർനാഷണൽ ഫ്രെയിംവർക്കിലുള്ള ഒരു ബോഡിയുടെ പേരാണ് എന്ത്? ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അത് 2 പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, C155, R164. ഇത് രണ്ടും സംസാരിക്കുന്നത് എംപ്ലോയറുടെയും വർക്കറുടെയും സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ്. ഈ എംപ്ലോയറുടെ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ് അക്കോർഡിംഗ് ടു C155 ഉണ്ട്, R164 ഉണ്ട്. അതുപോലെ തന്നെ വർക്കറുടെ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി C155ഉം R164 ഉണ്ട്. ഇത്ര പറഞ്ഞോളൂ. ഇത് മുഴുവൻ കാണാപ്പാടം പഠിക്കരുത്, ഒരു പോയിന്റ് പോലും കാണാപ്പാടം പഠിക്കരുത്. ഇതുപോലെ തന്നെ ടെക്സ്റ്റിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കഥ മനസ്സിലായാൽ മതി, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. അപ്പൊ ചാപ്റ്റർ മുന്നോട്ട് പോവാണ്. ഈ ചാപ്റ്ററിൽ ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് കഴിയാണ് കേട്ടോ. അപ്പൊ നോക്കടാ, പാസ്സാവണോട്ടാ, ഒരു രക്ഷയില്ലാണ്ട് പാസ്സാവണോട്ടാ. പാസ്സാകാനായിട്ടുള്ളൊരു കഥ ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഒടുക്കത്തെ വിശപ്പ്, മരണ വിശപ്പ് എന്ന് വെച്ചാൽ വിശന്ന് മരിക്കാന്ന് പറയില്ലേ, വിശന്ന് മരിക്കാറായ ഒരു പൂച്ച അയ്യോ വയ്യേന്നും പറഞ്ഞിരിക്കുന്ന സമയത്താണ് അതിൽ തൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു എലി പാഞ്ഞു പോണ കണ്ടത്. ഗത്യന്തരമില്ലാതെ ജീവൻ മരണ പോരാട്ടത്തിൽ ആ എലിയുടെ പിന്നാലെ പൂച്ച വെച്ചാ പിടിച്ചു. പെടച്ചോണം പെടത് അങ്ങനെ നമ്മളെ ടോം ആൻഡ് ജെറി കണ്ടമാതിരി പൂച്ച എലി പൂച്ച പിടിച്ചില്ല. ലാസ്റ്റ് പൂച്ച ഇങ്ങനെ വായ കിടന്നിട്ട് അന്നാക്കല്ല നേരെ എലി നേരെ മാളത്തേക്ക് പോയി. എലിയുടെ മാളത്തേക്ക് പോയി ഒളിച്ച് നിന്നപ്പോ പൂച്ചക്കൊക്കെ പ്രാന്തിടിച്ച് വിശപ്പും തല കയറി. ലാസ്റ്റ് പൂച്ച എലിനോട് ചോദിച്ചേ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ നിന്നിങ്ങനെ ഓടിപ്പിച്ചിട്ട് പിടിച്ചിട്ടെങ്കിൽ നിന്നെ പിടിയാൻ കിട്ടിയില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, വാട്ട് ഈസ് യുവർ സീക്രട്ട്? എന്നെക്കാൾ വലിയൊരു ഡ്രൈവ് നിനക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു ഓട്ടത്തിൽ ഞാൻ എൻ്റെ മുഴുവൻ ശക്തി എടുത്തല്ലോ എലിയെ, എന്നിട്ട് എനിക്ക് നിന്നെ കിട്ടിയില്ലല്ലടാ. അപ്പോ എലി ചിരിച്ചിട്ട് പറഞ്ഞ്, നീ നോണ പറയും, അന്തസ് നോണയാണ് നീ പറയണത്, നീ നിന്റെ മുഴുവൻ ശക്തി എടുത്തിട്ടില്ലടാ. കാരണം എന്താണെന്നറിയോ? നിന്നെ സംബന്ധിച്ചിട്ട് ഞാൻ, എലി എന്ന ഞാൻ, പൂച്ച എന്ന നിന്നെ സംബന്ധിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ്. ആ ഫയറാ നിങ്ങൾക്ക് ഉണ്ടാവുള്ളോ. പക്ഷേ എലി എന്നുള്ള എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതമാണ്, ഈ സാധനം എനിക്ക് എൻ്റെ ലൈഫാണ്. അതുകൊണ്ട് എങ്ങനെ പിടിച്ചാലും നിനക്ക് എന്നെ കിട്ടൂല. ആ ഫയർ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നിന്റെ ഫയർ അല്ല, അതുകൊണ്ട് എൻ്റെ ഫയർ. അതുകൊണ്ട് നീ നിൽക്കണ്ട, നീ വിട്ടോ, നീ എന്നെ പിന്നാലെ ഓടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിനെയാണ് റാറ്റ് റേസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലൊരു പദം തന്നെ ഉണ്ട്, റാറ്റ് റേസ്. ജീവൻ മരണ പോരാട്ടം. ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ടെമ്പൂഷ്. ഒരുപാട് ആളുകളുടെ പോരാട്ടമായിരുന്നത്. അങ്ങനെ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. സോ ഇതിൽ എലിയാകണോ പൂച്ചാകണോ നമുക്ക് തീരുമാനിക്കാം. സോ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ചങ്ക് എലികളാകണം എന്നാണ്, പൊളിക്കണം നമുക്ക്. അപ്പോ ദിസ് ഈസ് കോൾഡ് ജസ്റ്റ് ബി ദ മൗസ്. ഓക്കെ, സോ ഇതിൽ എങ്ങനെയാണ് സേഫ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൽ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യങ്ങൾ, ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസികൾ ഏതാണ്? ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസികളുടെ പേരാണെന്ത്? എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ്. എന്താണ്? എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ്. ക്ലിയർ ആയോ? ഈ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് പല രാജ്യങ്ങളിലും പലതാണ്. നാഷൻ ടു നാഷൻ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതിൽ ചില രാജ്യങ്ങളിൽ പോലീസ് ഫോഴ്സ് ആയിരിക്കും, സിവിൽ ലോ ആയിരിക്കും, പോലീസ് ഫോഴ്സ് ആയിരിക്കും, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോലീസ് ഫോഴ്സ് ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ ഫയർ അതോറിറ്റിക്ക് ഇതിൻ്റെ ലെജിസ്ലേഷൻ കൊടുക്കാറുണ്ട്, ഫയർ അതോറിറ്റിക്ക്. ചില കൺട്രീസിൽ ഇതിൻ്റെ പാർഷ്യലായിട്ടുള്ള ഇതുകൾ ഇൻഷുറൻസ് കമ്പനീസിന് കൊടുക്കാറുണ്ട്, ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ ഇതിൻ്റെ അവകാശങ്ങൾ കൊടുക്കാറുണ്ട്. റൈറ്റ്? അപ്പോൾ ചുരുക്കത്തിൽ പോലീസ് ഫോഴ്സ്, ഫയർ അതോറിറ്റി, എന്തായാലും ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവർ ഇതിനെപ്പറ്റി അഡ്വൈസ് കൊടുക്കുന്നു, എന്തെങ്കിലും ആക്സിഡന്റ് ആയാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ലീഗൽ പ്രൊസീഡിങ്സ് ചെയ്യുന്നു, ക്രിമിനൽ പ്രൊസീഡിങ്സ് ചെയ്യുന്നു, എൻഫോഴ്സ്മെന്റ് ആക്ഷൻ എടുക്കുന്നു, ഫൈൻ ഇംപ്രസ്മെന്റിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സോ ചുരുക്കത്തിൽ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി എന്നുള്ള ഈ ഒരൊറ്റ ടൈറ്റിൽ നോക്കിയാൽ മതി. നിങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ടെക്സ്റ്റിലുള്ളതുകൊണ്ട്. റൈറ്റ്? ഇതെല്ലാം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു, കമ്പനിയിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു. ILO എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടാ, അത് ബ്രേക്ക് ചെയ്യരുതിട്ടാ. 164 C155 ഉണ്ട് കേട്ടാ, അത് ബ്രേക്ക് ചെയ്യരുതിട്ടാ. അത് ബ്രേക്ക് ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടും അത് ബ്രേക്ക് ചെയ്താലുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ബ്രേക്ക് ചെയ്താലുള്ള കോൺസിക്വൻസസ്, അതാണ് അടുത്ത വിഷയം. കോൺസിക്വൻസ് ഉണ്ടാവൂലേ?
അവിടെ പൂവരുതിട്ടാന്ന് പറഞ്ഞിട്ട് പോയാ ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ പരിപാടി. മാക്സിമം സ്പീഡ് ഇത്ര പാടുള്ളൂട്ടാ. പിന്നെ കാണുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ടേബിളിൽ പോസ്റ്റ്മോർട്ടത്തിനെത്തിയ ബോഡിനെ ആയിരിക്കും. മനസ്സിലായില്ലേ? സോ കോൺസിക്വൻസസ് ഓഫ് നോൺ കോംപ്ലിയൻസ്. ഒരു സാധനം കോംപ്ലിയൻസ് ചെയ്യാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന, സേഫ്റ്റിയിൽ അനുസരിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് ഇപ്പൊ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഒന്ന് ഫോർമൽ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, പൂട്ടിക്കോട്ടെ, കമ്പനി അടച്ചോ, പരിപാടി പിരിച്ചുട്ടോ. ഒന്നുകിൽ ഷട്ട് ഡൗൺ, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് കൊടുക്കും. മാഗിനെ നമുക്ക് അറിയില്ല, മാഗി കമ്പനിയിൽ ലെഡിന്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 6 months ടൈം കൊടുത്തു. അവരുടെ സകലമാന മാഗി വെയർ ഹൗസുകൾ 6 മാസം പൂട്ടിക്കിടന്നു. റൈറ്റ്? ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്യും. either giving a stipulated time to open or shut down all the operation. ഇതാണ് ഫോർമൽ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ. രണ്ടാമത്തെ ഒരു എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ഉണ്ട്, അത് കുറച്ചും കൂടെ കടുപ്പാണ്. പ്രോസിക്യൂഷൻ ടു ഓർഗനൈസേഷനെ പ്രോസിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുടിഞ്ഞ ഫൈൻ. ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അയാളുടെ 16 തലമുറക്കുള്ള സ്വത്ത് കൊടുത്താലും തീരാത്ത ഫൈൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കും. പ്രോസിക്യൂഷൻ ഓഫ് ഓർഗനൈസേഷൻ ഇൻ ടേംസ് ഓഫ് ഫൈൻ, ക്രിമിനൽ ഫൈൻ. മൂന്നാമത്തത് പ്രോസിക്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ MD ആകാം, CEO ആകാം, ആരുമാകാം. അവർ ഫൈൻ അടക്കണം, കാലാകാലം ചിലപ്പോൾ ഇരുട്ടുമുറിയിൽ ജയിലിൽ പോയി കിടക്കേണ്ടവരും, ചിലപ്പോൾ തൂക്കയറും കിട്ടും, ഇംപ്രിസൺമെന്റ്. വേറെ ഒന്നുമില്ല, ആള് വടിയാവുന്നുള്ളൂ. അപ്പൊ ഇത്രയുള്ള കോൺസിക്വൻസസ്. എന്ത് പാലിച്ചില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ C155 R164 പറഞ്ഞ ടേംസുകൾ പാലിച്ചില്ലെങ്കിൽ കളി പോണ പോക്കണ്ട. ഒന്നാലോചിച്ച് നോക്കിയേ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നീ അവിടെ ഇരുന്നിട്ട് നീ ജസ്റ്റ് ഒന്ന് ഇരിക്കുക, നീ മേത്തൊക്കെ തൊട്ടോക്ക, നമ്മളോട് തന്നെ ഒരു കാര്യം പറയാ. ഞാൻ സത്യം പറ, ഉറപ്പായിട്ട് ഞാൻ സത്യം പറയാൻ പോട്ടാ. പറയട്ടെ, ഒരു സത്യമുണ്ട് ഞാൻ ഈ പറയാൻ പോകും. പറയട്ടെ, ഒരു സത്യം, 100% ഒരു സത്യം പറയാൻ പോകും. ഇനി നമ്മളോട് പറയേണ്ട ഒരു സത്യമാണ്. ഈരിക്കണ ഞാനില്ലേ, പറയേ ഈരിക്കണ ഞാനില്ലേ, ഈരിക്കണ ഞാനല്ല ശരിക്കുള്ള ഞാൻ. ഞാൻ വേറെ എവിടെയോ ആണ്, അതല്ലത്. ഈരിക്കണ ഞാനല്ല ശരിക്കുള്ള ഞാൻ. ശരിക്കുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പവർ, എനർജി, അതോറിറ്റി, റെക്കഗ്നിഷൻ എല്ലാം ഉള്ള ഒരു ഗംഭീര വൈബുള്ള ഒരു പൊളിസാനാണ്. ആ ഫീലാണ് എന്തിന്ന് വരേണ്ടത്. ശരീരത്തിൽ 100 ട്രില്യൺ കോശങ്ങൾ കടന്നിട്ട് മെറിയും. മനസ്സിലാവണ്ട? തലയുടെ മുടി ഇല്ലല്ലോ ഇവിടെ, മുടി മുതൽ കാലിൻ്റെ അടി വരെ കിടന്നിട്ട് പവറാവും, ചില്ലാവും. ആ ഫീലാണ് അങ്ങനെ പറയുന്ന സാധനം ഉണ്ടല്ല, അതാണ് സേഫ്റ്റി. ആ ഫയർ അല്ലാണ്, അത് വളരെ എനർജറ്റിക് ആണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വളരെ എല്ലടാ പവർ എന്താ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചോദിക്കാനുള്ള ഒരു ഫീലിന്റെ പേരും കൂടെ ആണ് കേട്ടോ സേഫ്റ്റി. എന്നാൽ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള കഴിവിൻ്റെയും പേരാണ്. ചിരിക്കാനുള്ള, മനുഷ്യത്വമുള്ള, ഹൃദയമുള്ള ഒരു അവസ്ഥയുടെ പേരും കൂടിയാണ് സേഫ്റ്റി. എന്തുകൊണ്ടാണ് പോലീസുകാരൻ നമ്മളോട് ഇങ്ങനെ പറയണമെന്ന് നമ്മൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാ? കൈമിട്ടുണ്ട് നടക്കണ ഹെൽമെറ്റ്, തലയിൽ വെക്കേണ്ട ഹെൽമെറ്റ് കൈമിട്ടുണ്ട് നടക്കുമ്പോൾ പിടിച്ച് ഫൈൻ അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ട്. പക്ഷെ റോഡുകളിൽ ചിന്നിച്ചെതറി കിടക്കണ തലച്ചോറുകളുടെ എണ്ണം കണ്ട് പെരുകി മരിച്ച ഇവർക്ക് പ്രാന്ത പിടിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി സേഫ്റ്റി തന്നെയാണല്ലോ. അപ്പം അത് കഴിഞ്ഞ ദിവസം ഇവിടെ AI ക്യാമറ വെച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ 653 കേരളത്തിൽ മുഴുവൻ വെച്ച്. ഇപ്പം കഴിഞ്ഞ ദിവസം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് മേധാവി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ള ആൾ പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനിതിന് ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇത് പോണോടത്തൊക്കെ ഫൈൻ അടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് തരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം സംഭവിക്കൂലേ? 16, 17, 18, 21 വയസ്സുള്ള പിള്ളേരുകൾ റോഡിൽ ചെന്നിച്ചിതറുന്നത് ഒരു പരിധി വരെ അവസാനിക്കൂലേ? ഈ ഫോറൻസിക് ടേബിളും വരുന്ന പോസ്റ്റ്മോർട്ടം ബോഡികളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. സോ ദാറ്റ് മീൻസ് ഇംപ്ലിമെന്റിങ് സേഫ്റ്റി ഈസ് മച്ച് 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 ഇമ്പോർട്ടൻറ്റ്.
അവിടെയാണ് നമ്മൾ നമ്മളോട് പറയേണ്ടത്, ഈ ഇരിക്കണ ഞാനല്ല ശരിക്കുള്ള ഞാൻ. ശരിക്കുള്ള ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ ഇവിടക്ക് വരെ എത്തിക്കാതിരിക്കുന്നിടത്തേക്ക് പണിയെടുക്കാനുള്ളവരാണ്. അത്രയ്ക്ക് പവർ ആൻഡ് റെക്കഗ്നിഷൻ ഉള്ള ഒരവസ്ഥയാണ് നമുക്കുള്ളതെന്ന്. സോ ദാറ്റ് മീൻസ് ഓക്കെ ഫൈൻ. അപ്പൊ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് ഇതാണ്, അവരുടെ റോൾസ് ഇതാണ്, അത് ചെയ്യാതിരുന്നുള്ള കോൺസിക്വൻസ് ഇതാണ്. അങ്ങനെ ഇത് ക്രിമിനൽ കോൺസിക്വൻസ് ആണ്. ഇറ്റ് ഈസ് ഹൈലി ക്രിമിനൽ കോൺസിക്വൻസ്. അപ്പൊ ഇങ്ങനെയുള്ള പല എന്താ പറയാ പല 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 കോൺസിക്വൻസുകളും ഇതിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ചുരുക്കത്തിൽ ഈ യൂണിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് എലമെന്റിന്റെ സെക്കൻഡ് യൂണിറ്റിൽ ഇത്ര പറഞ്ഞോളൂ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു അതോറിറ്റി ഉണ്ട്. ഒരു കോളേജിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു അതോറിറ്റി ഉണ്ട്. ഒരു നിയമ സംവിധാനത്തിന് സ്റ്റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സേഫ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ അത് ILO പ്ലേസ് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയാണ്. ആ സ്റ്റാൻഡേർഡ് C-155 or 164 എന്ന് പറയും. അതിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എംപ്ലോയർ ആൻഡ് വർക്കർ ഉണ്ട്. അതിൽ പല റെസ്പോൺസിബിലിറ്റി. അതിനെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പലവിധ പണി കിട്ടും എന്നാ പറയാ. അത്ര ഉള്ളോ? ഇത്രയും സാധനം ഇത്രേ ഉള്ളത്. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞ ഒരു പൂച്ചക്കാട്ടം പോലെ കാണാനുള്ളൂ നെബോഷ് എക്സാമിന്. എല്ലാവരും പറഞ്ഞ നെബോഷ് എക്സാം ആകെ 10%, 5% പിള്ളേർ പാസ്സാവുള്ളൂ. ഒരു തേങ്ങില്ലട്ടാ. നീ പാസ്സാവും എടാ, നീ പാസ്സായി, ഉറപ്പായിട്ടും നീ പാസ്സായി. ഓക്കെ, സോ നമ്മൾ അടുത്ത യൂണിറ്റിൽ നമ്മൾ വീണ്ടും കാണും കേട്ടോ. ഫസ്റ്റ് എലമെന്റ് തീരെയാണ്. ഫസ്റ്റ് എലമെന്റ് രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം, ഒരു റെക്കമെൻഡേഷൻ ഇത് പറയാനുള്ളത്, ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. എൻ്റെ ക്ലാസ് കാണാം, വീണ്ടും വീണ്ടും കാണാൻ ബുദ്ധിയാവുണ്ട്, വീണ്ടും വീണ്ടും കാണാം. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് വായിക്കാം. ഞാൻ ഈ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ കൂടെ കടന്നു പോകുമ്പോൾ കുറെ കൂടെ അതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മളിൽ കിട്ടും. ഓക്കെ, സോ അതിൻ്റെ ഒരു ടച്ച് കിട്ടും. ഇതിൻ്റെ ക്രക്സ്, ഇതിൻ്റെ ഒരു പൾപ്പ്, ഇതിൻ്റെ ഒരു എസെൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പൾപ്പ് എക്സാക്ട് ആണ്. ഇതിനപ്പുറം പറയാനില്ല ഇതിൻ്റെ അപ്പുറം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സോ വിൽ സി ഓൺ വെരി നെക്സ്റ്റ് ചാപ്റ്റർ സൂൺ. താങ്ക് യു സോ മച്ച്. ബൈ.